കഴിഞ്ഞ സീസണിൽ വിചിത്രമായൊരവസ്ഥയിലായിരുന്നു ഫോഡൻ ഉണ്ടായിരുന്നത്. സിറ്റി പെപ്പിന്റെ കീഴിലെല്ലാം കീഴടക്കുമ്പോൾ സൈഡ് ബെഞ്ചിലിരുന്നതെല്ലാം കാണാൻ മാത്രമായിരുന്നു ഫോഡന്റെ വിധി. ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ബെഞ്ചിൽ നിന്നുള്ള മികച്ച പ്രകടനം ഉൾപ്പെടെയുള്ള നിമിഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഫോഡന്റെ ഒരു വലിയ റോൾ ആവശ്യമാണെന്നത് വ്യക്തമായിരുന്നു. എന്നാൽ ഈ സീസൺ അതിനുള്ള അവസരം ലഭിക്കുകയും അത് പൂർണ്ണമായി മുതലെടുക്കുകയും ചെയ്യുകയാണ് 23-കാരനായ ഫിൽ ഫോഡൻ. ഡീപ്പിലെ മിഡ്ഫീൽഡ് പൊസിഷനിൽ മുന്നേറുന്ന ആക്രമണത്തിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്യുന്ന താരം ഹാൻഡിന്റെ പരിക്കിലും ഫോമില്ലായ്മയിലും ടീമിനെ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നു. ഡിബ്രൂവിന്റെ അഭാവത്തിലും താരം കളി നിയന്ത്രിക്കുന്നതിലേറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുമുണ്ട്. ഗോളുകളും അസിസ്റ്റുകളും സിറ്റിക്കായി നേടുന്ന ഫോഡന് അതേസമയം ടീമിന്റെ കളി നിയന്ത്രിക്കാനും കഴിയുന്നുണ്ട്. പ്രൈമറി പ്ലേമേക്കറായ ഡിബ്രൂവിന്റെ തിരിച്ചുവരവിന് ശേഷവും തിളങ്ങുന്ന താരം ഗോൾ സംഭാവനയുടെ കാര്യത്തിൽ ഹാൻഡിന് താഴെ ഇന്ന് 2ാം സ്ഥാനത്താണ്. 2024 ബ്രെൻഫോർഡിനെതിരെ ഹാട്രിക്കും മാഞ്ചസ്റ്റർ ഡെർബിയിൽ യുണൈറ്റഡിനെതിരെ ഗോളടിച്ച് ഗംഭീര തിരിച്ചുവരവ് നടത്തിയതുൾപ്പെടെ 11 തവണ ഫോഡൻ സിറ്റിക്കായി ലീഗിൽ സ്കോർ ചെയ്തിട്ടുമുണ്ട്. 8ാം വയസ്സിൽ സിറ്റി യൂത്ത് അക്കാദമിയിൽ ചേർന്ന താരം ഫീൽഡിലെ കാഴ്ചപ്പാടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ വിങ്ങറായി കളിച്ചുകൊണ്ട് വെപ്പിന്റെ തന്ത്രങ്ങളിലെ പ്രധാനിയായി ഇന്ന് മാറിക്കഴിഞ്ഞു. ഈ സീസണിൽ ഇതുവരെ ലീഗിൽ 11 ഗോളുകളും 4 അസിസ്റ്റുകളും കൂടെ UCL 6 മാച്ചിൽ നിന്നായി 4 ഗോളുകളും 3 അസിസ്റ്റുകളും നേടി ഹാൻഡിന് തൊട്ട് പിന്നാലെ ഗോൾ വേട്ടയിൽ ഇംഗ്ലീഷ് താരം ഫോഡനുമുണ്ട്. ടിപ്പിക്കൽ ഒരു യുവതാരത്തിൽ നിന്നും ബിഗ് മാച്ചുകളിലെ കളി നിയന്ത്രിക്കാൻ പോകുന്ന വിധം ഇതിനകം ഒരു മികച്ച ഫുട്ബോൾ കളിക്കാരനായി ഫോഡൻ മാറിക്കഴിഞ്ഞു. യുവതാരത്തിൽ നിന്നും ഒരു ലോകോത്തര മികച്ച കളിക്കാരനായി മാറിയ ഫോഡൻ ഇത്തവണ സിറ്റിക്കൊപ്പം കിട നേട്ടങ്ങളിലും ഇതേ ഫോം തുടർന്നാൽ ഹാൻഡിനും എംബാബയ്ക്കും റിയലിന്റെ ബെല്ലിംഗ്ഹാമിനും ഒപ്പം 4ാമതൊരാളുടെ പേര് കൂടി ബാലൺ ഡോർ റേസിംഗിൽ കാണാൻ കഴിയും.